ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ബ്രെഡാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. പാത്രത്തിലാക്കിയ ശേഷം നമ്മളതിലേക്ക് ഉപ്പും ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ബ്രെഡിനെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്ന മുട്ടയും പാലെല്ലാം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് കഴിയുമ്പോൾ ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടും. നമ്മളൊരു പാൻ അത് കഴിഞ്ഞ് അടുപ്പ് വെച്ചിട്ടുണ്ട്. അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് അതിൽ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പരത്തി കൊടുത്ത് രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ച ശേഷം വീണ്ടും നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ ചിക്കിയാണ് എടുക്കുന്നത്. മുട്ട നന്നായിട്ട് നമ്മൾ ചിക്കി എടുക്കുന്നുണ്ട്. ചിക്കി എടുത്ത ശേഷം നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ ചിക്കി എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ബേസ് ആയിട്ടുള്ള ആ ബ്രെഡ് വെച്ചുണ്ടാക്കിയത് നമ്മൾ വീണ്ടും ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. പാനിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത്. സാധാരണ പിസ്സ സോസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ടൊമാറ്റോ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടൊമാറ്റോ സോസ് നന്നായിട്ട് ആ ബേസിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ബേസിലേക്ക് ഫസ്റ്റ് നമ്മൾ ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് ചെറിയ പീസാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചീസ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് വെച്ച ശേഷം നമ്മൾ സവോള പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള നമ്മൾ വെച്ചെടുക്കുന്നത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് തക്കാളി നമ്മൾ അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ അതിൻ്റെ മണ്ടക്കടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പം നമ്മുടെ ഇതിൻ്റെ ലെയർ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് നമ്മുടെ പിസ്സയുടെ മുകളിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ പിന്നെയും നമ്മൾ ചീസ് പീസാക്കി വെച്ചേക്കുന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പാനി വെച്ച് തീ കത്തിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്ത ശേഷം അത് സെറ്റായി അതിലേക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതാണ് നമ്മുടെ പിസ്സയുടെ ഒരു രൂപം കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ പിസ്സ സാധാരണ വാങ്ങിക്കുമ്പോൾ കാണുന്ന അതേ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന പിസ്സയും വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ പിസ്സയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് എഗ്ഗ് വെച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ എഗ്ഗ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.